ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെൻത്ത് സ്റ്റാൻഡേർഡ് ഹിസ്റ്ററിയിലെ ചാപ്റ്റർ 3 പൊതുഭരണം എന്ന ചാപ്റ്ററാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് എന്താണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഇന്ത്യയിൽ. ഗവൺമെൻറ് സർവീസിലേക്കുള്ള നിയമനത്തിനു വേണ്ടി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വിവിധ സർക്കാർ വകുപ്പുകളിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള പ്രാരംഭ നടപടിയാണിത്. തുടർന്ന് മത്സര പരീക്ഷയുടെയോ അഭിമുഖത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഏറ്റവും യോഗ്യരായവരെ തിരഞ്ഞെടുത്ത് വിവിധ ഗവൺമെൻറ് ഓഫീസുകളിൽ നിയമിക്കുന്നു. ഇത്തരത്തിൽ നിയമിക്കപ്പെടുന്നവരെല്ലാം ഇന്ത്യയിൽ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇത് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. KPSC അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിക്കും. ഇപ്പോൾ 18 വയസ്സ് പൂർത്തിയായ ഒരു വ്യക്തിക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഓരോ എക്സാമിനും അപ്ലൈ ചെയ്യാം. അതിനുശേഷം ആ എക്സാം എഴുതി അതിൽ ഉയർന്ന റാങ്ക് ലഭിച്ചു കഴിഞ്ഞാൽ ചില പോസ്റ്റുകൾക്കൊക്കെ ഇൻ്റർവ്യൂ ഉണ്ടാകും. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെൻറ് സർവീസിലേക്ക് നിയമനം ലഭിക്കും. അപ്പോൾ ഇങ്ങനെ നിയമിക്കപ്പെടുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരും വിവിധ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരും ഇന്ത്യയുടെ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ചുവട്ടിൽ വരുന്നവരാണ് ആരൊക്കെ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ, അതുപോലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെ കീഴിൽ പ്രവർത്തിക്കുന്നവരും ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമാണ്. ഇനി എങ്ങനെയാണ് ഇന്ത്യൻ സിവിൽ സർവീസിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഒരു വർഗീകരണം കാണിക്കുന്ന ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്ത്യൻ സിവിൽ സർവീസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അഖിലേന്ത്യാ സർവീസ് നോക്കാം. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. അപ്പോൾ ദേശീയ തലത്തിലാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത്. എന്നിട്ട് ആ ഉദ്യോഗസ്ഥരെ ഒന്നല്ലെങ്കിൽ കേന്ദ്ര തലത്തിൽ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ നിയമിക്കുന്നു. ഇതിന് ഉദാഹരണമാണ് IAS ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, IPS ഇന്ത്യൻ പോലീസ് സർവീസ്. അടുത്താണ് കേന്ദ്ര സർവീസ്. ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. ഇവിടെയും ദേശീയ തലത്തിൽ തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ചുവട്ടിലായിരിക്കും. അതിന് ഉദാഹരണം ഇന്ത്യൻ ഫോറിൻ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് എക്സെട്ര. ലാസ്റ്റ് വണ്ണാണ് സംസ്ഥാന സർവീസ്. സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കുന്നു. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ വരുന്ന വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്നു. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ KPSCയിലൊക്കെ വരുന്ന പോസ്റ്റുകൾ സംസ്ഥാന തലത്തിൽ തന്നെ തിരഞ്ഞെടുക്കും, സംസ്ഥാന ഗവൺമെൻറ്റിന് ചുവട്ടിൽ തന്നെ നിയമിക്കുന്നു. അതിന് ഉദാഹരണം സെയിൽസ് ടാക്സ് ഓഫീസർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ 3 ഡിവിഷൻ. കേന്ദ്ര സർവീസിലേക്കും അഖിലേന്ത്യാ സർവീസിലേക്കും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, UPSC. കമ്മീഷൻ്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കാൻ വിപുലമായ സംവിധാനങ്ങൾ UPSCക്കുണ്ട്. നമ്മൾ KPSCയുടെ കാര്യം പറഞ്ഞില്ലേ? കേരള ഗവൺമെൻറ്റിന് കീഴിലേക്കുള്ള ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയാണ് KPSC. അതുപോലെ തന്നെ കേന്ദ്ര തലത്തിലും അഖിലേന്ത്യാ തലത്തിലും ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള കമ്മീഷനാണ് UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഈ UPSCയുടെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതുപോലെ യോഗ്യതയുടെ അതായത് ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കാൻ വളരെ വൈഡായിട്ടുള്ള സംവിധാനങ്ങൾ UPSCക്കുണ്ട്. സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പബ്ലിക് സർവീസ് കമ്മീഷനാണ്, PSC. ഗവർണറാണ് PSC ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത്. UPSCയും PSCയും ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്ന സ്ഥാപനങ്ങളാണ്. അതിനാൽ ഇവയെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കാം. UPSC പോലെ തന്നെ നമുക്കറിയാം സംസ്ഥാന തലത്തിലെ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് പ്രവർത്തിക്കുന്ന കമ്മീഷനാണ് PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ UPSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെങ്കിൽ PSCയിൽ അതായത് സംസ്ഥാന തലത്തിലുള്ള PSCയിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണറാണ്. അപ്പോൾ ഈ UPSC, PSC ഈ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഭരണഘടനാ നിയമത്തെ അടിസ്ഥാനമാക്കി നിലവിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നമ്മൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നു. അതായത് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി നിലവിൽ വരുന്ന സ്ഥാപനങ്ങളെയാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ UPSC, PSC ഒക്കെ എന്താണ്? ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇനി അവിടെ മുകളിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നിങ്ങൾക്കും കളക്ടറാകാം. ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. IAS കേഡറിലുള്ളവരെയാണ് കളക്ടറായി നിയമിക്കുന്നത്.
ഇതിനായി UPSC നടത്തുന്ന മത്സര പരീക്ഷ സിവിൽ സർവീസ് പരീക്ഷ എന്നറിയപ്പെടുന്നു. ഏതെങ്കിലും വിഷയത്തിലുള്ള സർവകലാശാലാ ബിരുദമാണ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത. മത്സര പരീക്ഷയിലൂടെയും അഭിമുഖത്തിലൂടെയും ഉയർന്ന റാങ്ക് ലഭിക്കുന്നവർക്ക് IAS കേഡറിൽപ്പെടുത്തി പരിശീലനം നൽകുന്നു. ഉയർന്ന പോലീസ് മേധാവിയുടെ യോഗ്യതയായ IPS കേഡറിലുള്ളവരെ തിരഞ്ഞെടുക്കുന്നതും ഇതേ പരീക്ഷയിലൂടെയാണ്. ഒരു ജില്ലയിലെ ഏറ്റവും ഉയർന്ന ഭരണാധികാരിയാണ് ജില്ലാ കളക്ടർ. അപ്പോൾ എങ്ങനെ നമുക്കൊരു കളക്ടറാകാം? അതിന് UPSC നടത്തുന്ന സിവിൽ സർവീസ് എക്സാം പാസ്സാവണം. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും. ഈ ഇൻ്റർവ്യൂ പാസ് ചെയ്ത് വരുന്ന ആളുകളെയാണ് IAS കേഡറിൽ പെടുത്തി അവർക്ക് ട്രെയിനിങ് നൽകുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് IPS കേഡറിലുള്ളവരെയും തിരഞ്ഞെടുക്കുന്നത്. ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ പ്രധാന സവിശേഷതകളിലൊന്നായ ശ്രേണീപരമായ സംഘാടനം ഭരണതലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കാറുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും പൊതുജനങ്ങൾക്ക് മെച്ചപ്പെട്ട സേവനം എളുപ്പത്തിൽ ലഭിക്കാനും വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അവ ഏതെല്ലാമാണെന്ന് പരിശോധിക്കാം. നമ്മൾ ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകളിൽ പറഞ്ഞൊരു പോയിൻ്റാണ് ശ്രേണീപരമായ സംഘാടനം, അതായത് ഹയറാർക്കിയൽ ഓർഡർ. അതായത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടാവും, അവരുടെ ചോട്ടിൽ മറ്റൊരു ഉദ്യോഗസ്ഥൻ, അവരുടെ ചോട്ടിൽ അടുത്ത ഉദ്യോഗസ്ഥൻ, ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ഒരു ഹയറാർക്കിയൽ ഓർഡർ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു ദോഷം എന്താണ്? തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു കാലതാമസം അനുഭവപ്പെടും. അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മറ്റ് ചില നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഭരണ നവീകരണം. ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനും ഗവൺമെൻറ്റുകൾ പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഇവ ഭരണ നവീകരണം എന്നറിയപ്പെടുന്നു. ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിനായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾ രൂപീകരിക്കാറുണ്ട്. ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ ചില പരിഷ്കാരങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ എന്താണ് ഭരണ നവീകരണം? ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ കാലതാമസമൊന്നുമില്ലാതെ ജനങ്ങളിൽ എത്തിക്കുക, ഭരണം കാര്യക്ഷമവും ജനസൗഹൃദപരവുമാക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെ ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ള നടപടികളാണ് ഭരണ നവീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിനായിട്ട് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഭരണപരിഷ്കാര കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഭരണ നവീകരണം ലക്ഷ്യമാക്കി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയ പരിഷ്കാരങ്ങളെന്ന് നോക്കാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് ഗവേണൻസ്. അപ്പോൾ ഗവേണൻസിനെ കുറിച്ച് APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്കുകൾ നമുക്ക് നോക്കാം. സുതാര്യവും ചുറുചുറുക്കുമുള്ള ഗവൺമെൻറ് പദ്ധതി, എല്ലാവരിലും സുരക്ഷിതമായും വേഗത്തിലും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുമുള്ള തടസ്സങ്ങളില്ലാതെയും എത്തുന്ന വിവരങ്ങൾ, എല്ലാ പൗരന്മാർക്കും യാതൊരു പക്ഷാഭേദവുമില്ലാതെ വ്യക്തമായ സേവനം ലഭ്യമാക്കുന്ന പദ്ധതി. ഇതൊക്കെയാണ് APJ അബ്ദുൽ കലാം ഗവേണൻസിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഗവേണൻസ് എന്ന് നമുക്ക് നോക്കാം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നാം കൈവരിച്ച പുരോഗതി ഭരണരംഗത്തും പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗമാണ് ഗവേണൻസ്. ഇത് ഗവൺമെൻറ് സേവനങ്ങൾ വേഗത്തിലും എളുപ്പത്തിലും ലഭിക്കുന്നതിന് സഹായകമായി. അതായത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെ ഭരണരംഗത്ത് ഉപയോഗിക്കുക. അതായത് നമ്മൾ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് പോലെയുള്ള ഉപകരണങ്ങളെ ഭരണരംഗത്ത്, അതായത് ഈ സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേഗത്തിലും എളുപ്പത്തിലും ലഭ്യമാക്കുന്നതിന് ഉപയോഗപ്പെടുത്തുക. ഇതിനെയാണ് നമ്മൾ ഗവേണൻസ് എന്ന് വിളിക്കുന്നത്. ഹയർ സെക്കൻഡറി പ്രവേശനത്തിനുള്ള ഏകജാലക അപേക്ഷ, വിവിധ സ്കോളർഷിപ്പുകൾക്കായുള്ള ഓൺലൈൻ അപേക്ഷ തുടങ്ങിയവ ഗവേണൻസിന് ഉദാഹരണങ്ങളാണ്. ഗവേണൻസ് കൊണ്ട് പൊതുജനങ്ങൾക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ സേവനം നേടാം. സേവനത്തിനായി സർക്കാർ ഓഫീസിൽ കാത്തു നിൽക്കേണ്ടതില്ല. സർക്കാർ സേവനം കുറഞ്ഞ ചെലവിലും വേഗത്തിലും ലഭിക്കുന്നു. ഓഫീസുകളുടെ കാര്യക്ഷമതയും സേവനത്തിൻ്റെ ഗുണമേന്മയും വർദ്ധിക്കുന്നു. അപ്പോൾ എന്താണ്? IT ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ജനങ്ങൾക്ക് അവരുടെ സേവനങ്ങൾ ലഭ്യമാക്കും. അതുപോലെ തന്നെ ഈ സേവനങ്ങൾക്ക് വേണ്ടി സർക്കാർ ഓഫീസുകളിൽ പോയി കാത്തു നിൽക്കേണ്ടി വരില്ല. വളരെ വേഗത്തിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയും. അതുപോലെ വളരെ ചെലവ് കുറവുമാണ്. കൂടാതെ സേവനത്തിൻ്റെ ഗുണമേന്മയും കാര്യക്ഷമതയും വർദ്ധിക്കുന്നതിനും ഇത് സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗവേണൻസ് കൊണ്ടുള്ള നേട്ടങ്ങൾ. ഇനി അവിടെ അക്ഷയ കേന്ദ്രം എന്നൊരു ബോക്സ് തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഗവേണൻസിലൂടെ ഗവൺമെൻറ് നൽകുന്ന സേവനങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിനായി രൂപം നൽകിയിട്ടുള്ള സംരംഭമാണ് അക്ഷയ കേന്ദ്രം. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. ഇൻ്റർനെറ്റ്, ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ പ്രാഥമിക അറിവാണ് സാക്ഷരത. അപ്പോൾ ഗവൺമെൻറ് സേവനങ്ങളൊക്കെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി, അതായത് ഗവേണൻസിലൂടെ ലഭ്യമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അക്ഷയ കേന്ദ്രങ്ങൾ. ജനങ്ങളെ സാക്ഷരരാക്കുക എന്നുള്ളതും അക്ഷയ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യമാണ്. സാക്ഷരത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയെക്കുറിച്ചുള്ള പ്രാഥമിക അറിവ്, അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള നോളജ്, അതിനെയാണ് നമ്മൾ സാക്ഷരത എന്ന് വിളിക്കുന്നത്.
ഇന്ന് ഗവൺമെൻറ് ഓഫീസുകളിൽ ഈ സൗകര്യങ്ങൾ ലഭ്യമാണ്. കേരളത്തിൽ ഇതെല്ലാവർക്കും പ്രാപ്യമാക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ഉറപ്പുവരുത്തുന്നു. ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ ഈ ഗവേണൻസ് വഴിയുള്ള സേവനങ്ങൾ വീട്ടിൽ നിന്നു തന്നെ എല്ലാവർക്കും നേടാം. അതായത് ഇന്ന് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവേണൻസ് സേവനങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഈ സാക്ഷരത വ്യാപകമാകുന്നതോടെ, അതായത് എല്ലാവർക്കും കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിക്കാനുള്ള ബേസിക് നോളജ് ഉണ്ടാവുന്നതോടെ ഈ ഗവേണൻസ് സേവനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവർക്കും ലഭിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്